ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മളുടെ ആറ്റുകാൽ പൊങ്കാല. അതെ, അപ്പം എന്തും എവിടെയും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അത് ഭക്തിയുടെ കാര്യത്തിലായാലും പിന്നെ അല്ലാതെ തൊഴിലിടത്തിലായാലും എവിടെ ആയാലും. അപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇടാൻ വന്ന സെലിബ്രിറ്റികളെ കുറിച്ചാണ്. അതിൽ തന്നെ നടി അന്ന രാജൻ്റെ കന്നി പൊങ്കാല. ആ പൊങ്കാല എടുത്ത് ആൾക്കാർ, പൊങ്കാല ഇടുന്നതെടുത്ത് ആൾക്കാരങ്ങ് പൊങ്കാല ഇടുകയാണ് ഇപ്പോൾ നടിയെ. കാര്യം നമുക്കറിയാം, വളരെ ഭക്തിയോടുകൂടി ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പൊങ്കാല എന്ന് പറയുന്നത്, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അതിനത്രയും പുണ്യമായ ആൾക്കാർ കാണുന്ന ഒരു സംഭവമാണ്. അവിടെ ഞാൻ ഇതിനകത്ത് 1-2 വീഡിയോയും കൂടെ വെച്ചേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഒരു 1-2 സെലിബ്രിറ്റികൾ പൊങ്കാല ഇടാൻ വന്ന വീഡിയോ, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇട്ടിട്ട് വരും, പൊങ്കാല ഇട്ടിട്ട് വരും. ഇട്ടിട്ട് വരാൻ കണ്ടോ, മാന്യമായി വന്ന് മാന്യമായ വസ്ത്രം ധരിച്ച് ആ ഒരു ദൈവിക ഭാഗത്തോടു കൂടി തന്നെ വന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു പോകുന്ന സെലിബ്രിറ്റികൾ. എന്നാൽ കുറച്ച് എക്സ്പോസ്ഡ് വെർഷനായിട്ട്, അതായത് എക്സ്പോസ് ചെയ്ത് കാണിക്കണം, അതായത് എനിക്ക് ക്യാമറയിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കണം, വൈറലാകണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി പൊങ്കാല ഇടാൻ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരുടെ കാര്യത്തിൽ? ഈ അന്ന രാജൻ്റെ കാര്യത്തിൽ. കാര്യം അവരുടെ വസ്ത്രധാരണം എനിക്ക് അത്രയും വൾഗറായിട്ടാണ് തോന്നിയത്. അത് ഒപ്പിയെടുക്കുന്ന കുറേ ക്യാമറാമാന്മാരുടെ കാര്യം പറഞ്ഞാൽ അതിനും അപ്പുറമാണ്. അതിനെക്കുറിച്ച് നമ്മുടെ വിക്കി തങ്കി പറയുന്ന ഒരു സംഭവമുണ്ട്, അതൊന്ന് കാണാം നമുക്ക്. ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ? പല സോഷ്യൽ മീഡിയ ചാനലുകളിലും ഉണ്ട്. ഇങ്ങനെ നിൽക്കുക, എപ്പോഴാ അവര് കുനിയുന്നതെന്ന് നോക്കി. അല്ല, എനിക്കങ്ങനെ തോന്നി, പൊങ്കാലയുടെ അടുപ്പെങ്കിലും ഇടയ്ക്ക് കാണിക്കടാ എൻ്റെ ആറ്റുകാലമ്മേ. കറക്റ്റ് കാര്യമാണ്. പൊങ്കാലയുടെ അടുപ്പമൊന്നുമല്ല ക്യാമറയ്ക്കകത്ത് വരുന്നത്. അതിനകത്ത് അന്നാരാജൻ്റെ, ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ക്യാമറക്കാർക്ക് വേണ്ടത്. സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ്? കണ്ടന്റ് വേണം. അതിന് അവർ ആ രീതിയിൽ വന്നു, വൈറലായി. അവരെന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നെന്ന് തന്നെ പറയാം. അപ്പം നമ്മളെ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ തന്ന് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ന രാജൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ തന്നെ അവർ പിന്നെ അവരുടെ ഒരു പേജിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ ഒരു യൂട്യൂബർ ചോദിക്കുകയാണ്, അന്ന രാജൻ ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കൊളാബാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതല്ല, ഇത് എൻ്റെ ഓൺ സാധനമാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ, അതൊന്ന് കാണാം നമുക്ക്. എന്റെ സ്വന്തം ബ്രാൻഡ് ഞാൻ സാരിക്കട തുടങ്ങിയതൊക്കെ അറിഞ്ഞായിരുന്നു. വിഷു കളക്ഷൻ കണ്ടോ, ഡ്രസ്സ് കൊളാബാന്നോ? അല്ല, ഇതെൻ്റെ സ്വന്തം ബ്രാൻഡ്. ഞാൻ ഒരു സാരിക്കട തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, വിഷു കളക്ഷനാണ്. അതിനകത്ത് അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, അതല്ലേ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി അവർ വന്ന ₹1 പിന്നെ പൊങ്കാല ഇടാൻ വന്ന ചിലവല്ലാതെ, ₹1 ചിലവില്ലാതെ കേരളം മൊത്തം ഇപ്പോൾ ഇത് അറിയുകയും ചെയ്ത് അവരുടെ പേജ് അല്ലെങ്കിൽ അവരുടെ ആ ഷോപ്പ് വൈറലാകുകയും ചെയ്തു. എങ്ങനെ ഇരിക്കുന്നത്? ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വേണ്ടി പലരും ചെയ്യുന്ന പ്രഹസനങ്ങൾ. ഒരു ദൈവിക ഭാഗമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവർ ധരിച്ച അവരുടെ ഒരു വസ്ത്രധാരണം അങ്ങനെ ആയിരിക്കാം. പക്ഷേ എന്തായാലും കാണുന്ന എന്നെപ്പോലുള്ള എനിക്ക് അതിനകത്തൊരു വൾഗാരിറ്റി തോന്നുന്നുണ്ട്. അതെൻ്റെ കാഴ്ചപ്പാടിൻ്റെ ആയിരിക്കാം ചിലപ്പം. പക്ഷേ ബാക്കിയുള്ള ഞാൻ ഇട്ടല്ല, ചിപ്പിയുടെയും ആനിയുടെയൊക്കെ വീഡിയോ, അതിനകത്തൊക്കെ അവർ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്ന് അവർ ആ ഒരു രീതിയിൽ അതിനെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അന്ന രാജൻ്റെ ഒരു സംഭവം വരുമ്പം അവർ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക്, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്, ഏത് രീതിയിലാണോ പിന്നെ വൾഗാരിറ്റി കൊണ്ടുവന്ന് ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നത്, അത്തരത്തിലേക്ക് ഇവിടെയും വന്ന് അവരത് ഫലിപ്പിച്ചു എന്ന് തന്നെ പറയാം. മുഴുവൻ ഓൺലൈൻ ചാനലും എവരുടെ പുറയിലായിരുന്നു എന്നുള്ളതാണ്. അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നടി അന്ന രാജൻ ഇരിക്കുന്നത് കണ്ടോ, നടി അന്ന രാജൻ നടക്കുന്നത് കണ്ടോ, വിറക് കത്തിക്കുന്നത് കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, മൊത്തം ഇതാണ്. ഈ ആറ്റുകാൽ പൊങ്കാല ആര് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അന്ന രാജൻ കൊണ്ടുപോയി. അപ്പം അന്ന രാജനെ ഇപ്പോൾ എല്ലാവരും എടുത്ത് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 1-2 വീഡിയോ ക്ലിപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണാം.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ഐറ്റം. ഇനി ഈ നടി അന്ന രാജൻ്റെ ഒരു ഇച്ചിരി കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന ഒരു പൊങ്കാല വീഡിയോ ഉണ്ട്, അതുകൂടെ കണ്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് പൊങ്കാലയിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് വരാൻ പറ്റുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ ദേവിയുടെ വിളി വന്നു, പൊങ്കാല ഇട്ടു. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകി. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാവും. സാരി അടിപൊളിയായിട്ടുണ്ട്. ആണോ? എൻ്റെ സ്വന്തം ബ്രാൻഡ് റാ കളക്ഷൻസ്, വിഷു കളക്ഷൻ. ഒട്ടും ആർട്ടിഫിഷ്യലാണെന്ന് പറയത്തില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ട് പറയുന്നത് കേട്ടോ, ചേച്ചി സാരി മനോഹരമായിട്ടുണ്ട്. അന്നേരം പുട്ടിന് പീര ഇടുന്നതിൻ്റെ കൂട്ട് അവർ വന്നിട്ട് അത് എൻ്റെ സ്വന്തം ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ഒരു ബ്രാൻഡിനെ അവർക്ക് ഇതിനകത്തൂടെ വളർത്തിയെടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഫേമസ് ആക്കണമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഈ യൂട്യൂബർമാരോട് നേരത്തെ തന്നെ പറഞ്ഞ് സെറ്റാക്കുന്ന സംഭവമാണ് അവന്മാർ വന്നിട്ട് ചോദിക്കുന്നത്. ചേച്ചി സാരി നന്നായിരുന്നു. ഈ അപരാധം പിടിച്ച കുറേ യൂട്യൂബർമാരുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കൊള്ളാടേ, എന്തായാലും നടക്കട്ടെ. ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയിൽ ഒന്നും റോളുകളില്ലല്ലോ. ഇപ്പം ഈ ഇതേപോലുള്ള ഇതൊക്കെ കാണിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയ നിറഞ്ഞ് ഇന്നാലേ എന്തെടുക്കൂ, ഇവർക്കൊക്കെ ഇപ്പം മാർക്കറ്റുള്ളൂ. മറ്റേ ഉദ്ഘാടനമോ അങ്ങനെ കൊളാബോ ഒക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ആയിരിക്കാം ഒന്നെങ്കിൽ ഇത്തരത്തിലേക്ക് അവർ കാണിക്കുന്നത്. എന്തായാലും ഭക്തിമാർഗം ചെയ്യേണ്ട ഒരു കാര്യത്തെ അവർ ഈ ഒരു രീതിയിലേക്ക് ചെയ്തതിനോട് എനിക്ക് പേഴ്സണലി വളരെ വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ടുവരാൻ കാരണം. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക് യു. നമ്മുടെ പഴയ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്. സമയമുള്ളവരൊക്കെ അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് തരിക.